ഹായ് സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോണത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ 15th പേജ് നമ്പർ 15 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്തുവാടാ? The two terms in specific position of some arithmetic sequence are given below. Write the first 5 terms of each. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നമുക്ക് സമയം എടുത്ത് പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫോർമുലസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നൈസായിട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. എന്തുവാടാ? Third term 34ഉം 6th term 67. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഏതൊക്കെയോ ടേംസ് തന്നിട്ടുണ്ട്. ഇടയ്ക്ക് നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേംസ് തന്നിട്ട് നമുക്ക് ആ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നമ്മൾ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്, കോമൺ ഡിഫറൻസ് നമുക്ക് വേണം. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കോമൺ ഡിഫറൻസ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ടേംസ്, എവിടെ നിന്നോ ഉള്ള രണ്ട് ടേംസ് വന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നേക്കുന്ന ഏതാ? തേർഡ് ടേം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? A3 എന്ന് എഴുതാം. അപ്പോൾ A3ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ X3 എന്ന് എടുക്കാം. ഏതെങ്കിലും ഒരു വേരിയബിൾ ആണത്. ഓക്കെ, അപ്പോൾ A3 എന്ന് പറയുന്നത് ഇവിടെ തന്നേക്കുന്നത് എത്രയാണ്? 34 ആണ്. അതുപോലെ തന്നെ A6 നമുക്ക് തന്നേക്കുന്നത് എത്രയാ? 67 ആണ്. അങ്ങനെ രണ്ട് ഇടയ്ക്ക് നിന്നുള്ള രണ്ട് ടേംസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ ഒരു ചെറിയ ഫോർമുല നമുക്ക് പെട്ടെന്ന് പഠിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു TD ബൈ PD. അപ്പം എന്തുവാടാ? TD എന്ന് പറയുമ്പോൾ ടേം ബൈ പൊസിഷൻ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഇതാണ്, ടേമിൻ്റെ ഡിഫറൻസ് എടുക്കണം അല്ലേ? ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും എടുക്കണം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തുവാടാ? മൈനസ് ചെയ്യണം അല്ലേ? സോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും മൈനസ് ചെയ്യാനാണ്. അപ്പോൾ ടേം ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലേ? ടേം മൈനസ് ചെയ്യണം, ടേംസ് തമ്മിൽ മൈനസ് ചെയ്യണം, പൊസിഷൻ തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാം. ടേം ഡിഫറൻസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ടേം ഡിഫറൻസ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്തുവാ? ഇതെടുക്കുക. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനം എടുക്കുക. പിന്നെ അതിൻ്റെ മേളിൽ കിടക്കുന്ന സാധനം എടുക്കുക. ഏതാ? മൈനസ് 34 ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ അടുത്തെടുക്കുക. ഏതാ? ഇതിനകത്ത് നോക്കിയാൽ പൊസിഷൻ ഇതാണ് അല്ലേ? 6th ടേമും 3rd ടേമും. അപ്പം 6 മൈനസ് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 33 കിട്ടും. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11. സെറ്റ് അല്ലേ? ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ചെയ്തു പോവുക. ഇതങ്ങ് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഈ ഏറ്റവും അടി കിടക്കുന്നത് എഴുതുക, മേളിൽ കിടക്കുന്ന എഴുതുക, തമ്മിൽ മൈനസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ടേമിലത്തെ പരീക്ഷയ്ക്ക് തുടങ്ങി നിങ്ങളുടെ 10th മൊത്തം ഈ സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേമും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്കിവിടെ 3rd ടേം തന്നിട്ടുണ്ട്, A3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് A1 തൊട്ട് A5 വരെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നിൽക്കടാ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് അല്ലേ? അപ്പോൾ A3 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. A3 എന്ന് പറയുന്നത് എത്രയാടാ? 34. അപ്പോൾ A4 കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ 34ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 11 അങ്ങ് ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. ഇനി A5 എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? 45 അല്ലേ? 45 എടുക്കണം. പ്ലസ് 11 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 56 അല്ലേ? അപ്പോൾ നമുക്ക് A3, A4, A5 കിട്ടി. ഇനി നമുക്ക് ഇതിന് A3ക്ക് മുമ്പുള്ളത് കണ്ടുപിടിക്കാം അല്ലേ? A2. അപ്പോൾ എങ്ങനെയാ? A2 is equal to 34 ന്ന് മൈനസ് 11 ചെയ്യുക. അത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 23 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ A1 കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് എങ്ങനെയാ? 23 മൈനസ് 11 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ, അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. നമുക്ക് therefore ദ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെ? ഫസ്റ്റ് 5 ടേംസ് ഇസ് ഈക്വൽ ടു എന്തുവാടാ? 12 23 34 45 56 എക്സെട്ര. അങ്ങനെയാണ്. ഇത്രയും നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും പെട്ടെന്ന് ചെയ്തു പോവാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുവാടാ? ഒന്ന് വായിച്ചേ. 3rd ടേം അല്ലേ? അപ്പോൾ 3rd ടേം. അപ്പോൾ തന്നെ നമുക്ക് എഴുതാം. A3 എന്ന് പറയുന്നത് എത്രയാ? 43
A6 തന്നെ ഇതാ 76 അല്ലേ. നമുക്ക് A3 A6 തന്നെയാണ്, വലിയ മാറ്റമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫോർമുല പറഞ്ഞേ. കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു പറഞ്ഞേ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ഇത് മറക്കരുത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പൊ ടേം ഡിഫറൻസ് എത്രയാണ് അതിനകത്ത്? 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഇതിനകത്തും ശരിക്കും പറഞ്ഞാൽ 33 തന്നെ കിട്ടും അല്ലേ. 33/3 തന്നെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 11 ആയിട്ട് കിട്ടുന്നത് സെയിം തന്നെയാണ് അല്ലേ. കോമൺ ഡിഫറൻസിന് മാറ്റമില്ല കഴിഞ്ഞ ക്വസ്റ്റിലെ അല്ലേ. അതേ കോമൺ ഡിഫറൻസ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്യാം? നമുക്ക് A3 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 43. A4 എത്രയായിരിക്കും അപ്പം? 43 പ്ലസ് 11. അപ്പോൾ എന്ത് കിട്ടും? 54. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? A5 കൂടെ കണ്ടുപിടിക്കാം. A5 എന്ന് പറയുമ്പോൾ 54 പ്ലസ് 11. അപ്പോൾ എത്രയായിട്ട് നമുക്ക്? 65. സെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് A2 കണ്ടുപിടിക്കാമല്ലോ. A2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 43 നിന്ന് മൈനസ് 11 ചെയ്യണം അല്ലേ. അതിന് മുമ്പത്തെ ഇതായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എത്രയായിട്ട് നമുക്ക്? 32. ഇനി എന്ത് ചെയ്യാം? നമുക്ക് A1 എന്ന് പറയുന്നത് 32 മൈനസ് 11. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 അല്ലേ. മൈനസ് 11. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. നമുക്ക് സെയിം തന്നെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. Therefore the first 5 terms TERMS are എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ? 21 32 65 43 54 65 അല്ലേ. അങ്ങനെ സെറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താണ് ക്വസ്റ്റ്യൻ? തേർഡ് ടേം അല്ലേ. അപ്പൊ A3. സോ A3 എന്ന് പറയുന്നത് 2 A5 എന്ന് പറയുന്നത് 3. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് എഴുതുവാണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെയാ? കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്രയാടാ? 3 മൈനസ് 2 അല്ലേ. 3 മൈനസ് 2 ബൈ 5 മൈനസ് 3. ഓക്കെ, എങ്ങനെയാ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 1 കിട്ടും. ഇവിടെ ആണെങ്കിലോ 2 കിട്ടും. ഓക്കെ, നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അങ്ങനെ തന്നെ എഴുതാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാടാ? 1/2 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1/2 അല്ലെ, ഫ്രാക്ഷനിൽ വന്നു കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. നമുക്ക് ഇവിടെ A3 എന്ന് പറയുന്നത് നമുക്കറിയാം. എത്രയാ? 2 ആണ്. A4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ കൂടെ എന്തും കൂടെ പ്ലസ് ചെയ്യണം? പ്ലസ് 1/2 കൂടെ പ്ലസ് ചെയ്യണം. 1/2 എന്ന് വെച്ചാൽ 2ൻ്റെ കൂടെ ഹാഫും കൂടെ പ്ലസ് ചെയ്യണം. 2ൻ്റെ കൂടെ അരയും കൂടെ പ്ലസ് ചെയ്ത് എത്രയാ? 2.5. ആ സാധനമില്ലേ, അത് തന്നെ നമ്മൾ ഓർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 1/2 എന്നേ വരത്തുള്ളൂ. 2.5. ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. A5 എന്ത് വരും? 2.5. 2 1/2 പ്ലസ് 1/2 എന്ന് വരും. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 3 കിട്ടും അല്ലേ. 2.5യും അരയും 3 അല്ലേ. ആ ഒരു കോൺസെപ്റ്റും കൂടെ പറഞ്ഞു തരുക. തന്നിട്ടും ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? A2 കണ്ടുപിടിക്കാം. A2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2ൽ നിന്ന് അല്ലെ A3 നമുക്കറിയാം. അതിനകത്തുനിന്ന് മൈനസ് 1/2 ചെയ്യണം. 2ൽ നിന്ന് അര പോയാൽ എത്രയാ? 2ൽ നിന്ന് അര പോയാൽ എത്രയാ? 1.5. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എത്രയാ? 1/2. അല്ലാതെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കി മൈനസ് ചെയ്യണം. അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ A1 എന്ന് പറഞ്ഞപ്പോൾ എത്രയാവും? 1.5ൽ നിന്ന് അല്ലെ 1/2 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1 തന്നെ കിട്ടും അല്ലെ. അര വരെയും പോയിട്ട് 1 കിട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. Therefore the first 5 terms are ഏതൊക്കെയാ? 1 1/2 2 1/2 3 അല്ലേ. അങ്ങനെ പോകും. അപ്പോൾ 1 2 3 4 5 അല്ലേ. സെറ്റ് അല്ലേ. നമുക്ക് അങ്ങനെയാണ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തുവാടാ? ക്വസ്റ്റ്യൻ നമ്പർ 4. A5 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 8ഉം A9 നമുക്ക് തന്നിട്ടുണ്ട് 10ഉം. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് സെയിം തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? CD എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. നമുക്ക് വൃത്തിയായിട്ട് ഇനി ചെയ്യാം. ഞാൻ പതുക്കെ ചെയ്യുവാണ്, നിങ്ങൾ കൂട്ടത്തിൽ തന്നെ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ടേം ഡിഫറൻസ് എത്രയാ? 10 മൈനസ് 8 ബൈ 9 മൈനസ് 5. 10 ഇത് 8, 9 ഇത് 5. ആ ഒരു
നോക്കിയാൽ മതി, ഒരു പാറ്റേൺ നോക്കിയാൽ മതി. നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ പോവാം. ഓക്കെ, Okay. മൈനസ് ചെയ്തടാ, എത്ര കിട്ടും? 2. ഇവിടെ 2 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 4. 4 കിട്ടും. ഇത് നോക്കി, ഇങ്ങനെ 2/4 ആയിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് മേളിലും താഴെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, മേളിലും താഴെയും സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 1/2 തന്നെ കിട്ടും. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലൻ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വലൻ ഫ്രാക്ഷൻ ആണ് ഇത്. 2/4 എന്ന് പറയുമ്പോഴും നമ്മളൊരു സർക്കിൾ വരയ്ക്കുക, 4 കട്ട് ചെയ്യണം, 2 കളർ ചെയ്യണം. 2/4 എന്ന് പറയുന്നതും സർക്കിള് അല്ലേ, ഇതിൻ്റെ ഹാഫ് തന്നെയാണല്ലേ, ഈ സർക്കിളിൻ്റെ ഹാഫാണ് അല്ലേ. 1/2 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. പഠിച്ച കോൺസെപ്റ്റാണ്, 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പം 2/4 എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര തന്നെ കിട്ടി? സെയിം തന്നെ, 1/2 തന്നെ കിട്ടി. അപ്പോൾ നേരത്തെ ക്വസ്റ്റിൻ്റെ അതേ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ A5 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം A5 അല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് എടുക്കാം കേട്ടോ. എക്ക് പകരം നമുക്ക് എക്സാക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിൽ വേണമെങ്കിൽ എക്ക് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് എക്സ് ഇടുവാണെന്ന് വെച്ചോ. അപ്പം അങ്ങനെയും കൂടെ പഠിക്കാം. X5 നമുക്ക് തന്നിട്ടുണ്ട്, X9 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. X5 എന്ന് പറയുമ്പോൾ എത്രയാ? 8 തന്നിട്ടുണ്ട്. അപ്പം X4 എന്ന് പറയുമ്പോൾ എത്രയാവും? X9 അല്ല, X4 നമുക്ക് 5 ടേംസ് കണ്ടുപിടിക്കണ്ടേ. അപ്പം 8 മൈനസ് 1/2 അല്ലേ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ആലോചിച്ച് നോക്കിയാൽ 8 നിന്ന് 1/2 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 1/2 കിട്ടും അല്ലേ. കാരണം എന്താ, 8-നകത്തു നിന്നൊരു ഹാഫ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് 7.5 കിട്ടും അല്ലേ. 7.5 ഹാഫും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് X3 X2 X1 ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിനെ സിമ്പിൾ അല്ലേ. 7.5 നിന്ന് ഹാഫ് മൈനസ് ചെയ്യണം, അപ്പോൾ നമുക്ക് 7 കിട്ടും. ഇനി 7 നിന്ന് ഹാഫ് മൈനസ് ചെയ്യണം, അപ്പോൾ നമുക്ക് 6.5 കിട്ടും. ഇനി 6 നിന്ന് ഹാഫ് മൈനസ് ചെയ്യണം, അപ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം therefore the first 5 terms of first 5 terms of terms are ഏതൊക്കെയാ? 6 1/2 7 1/2 8 സെറ്റ് അല്ലേ. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് വായിച്ചേടാ. എന്തുവാടാ? A5 ക്വസ്റ്റ്യൻ തന്നെ വായിച്ചോ. എന്തോ ഫിഫ്ത്ത് ടേം. സോ നമുക്ക് എ അല്ലേ 5 തന്നെ എടുക്കാം. 7th ടേം. സോ A7 എന്ന് പറയുന്നത് 5. ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് ഇനി പറഞ്ഞുതരാൻ പോകും, കാരണം നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യും, എന്നാലും ഞാൻ കുറച്ചുകൂടെ ഒന്ന് നിർത്തി പറഞ്ഞുതരാം. അപ്പം നമ്മൾ എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസിന് വേണ്ടിയിട്ട് എന്തുവായിരുന്നു? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യണം. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ ടേം അല്ലേ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ഓക്കെ, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്യണം. സോ നമുക്ക് 5 മൈനസ് 7 ചെയ്യാം ബൈ ഇവിടുത്തെ പൊസിഷൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ 7 മൈനസ് 5 ചെയ്യണം. സോ 7 മൈനസ് 5 മൈനസ് 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് നോക്കിയേ, ഒരു നെഗറ്റീവ് നമ്പറാണ് അല്ലേ. നെഗറ്റീവ് നമ്പർ വരുന്നു, പോസിറ്റീവ് നമ്പർ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 നിന്ന് 5 തന്നെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സൈൻ അല്ലേ, -2. ഇത് ഡയറക്റ്റ് മൈനസ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇത് നോക്കിയാൽ 2/2 എന്ന് വെച്ചാൽ എത്രയാ? 2/2 എന്ന് വെച്ചാൽ 1 ആണ്. നമുക്ക് ആ മൈനസും കൂടി ഇട്ട് കൊടുക്കാം, -1. ഓക്കെ, അപ്പോൾ ഇവിടെ -1 ആണ്. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായി. -1 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A5 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. A5 എന്ന് പറഞ്ഞാൽ എത്രയാ? 7. അപ്പോൾ A4 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നോക്കുന്നോ? അല്ല, അതാ. അപ്പം നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് തന്നെ നോക്കണം, കാരണം അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പം A5 എന്ന് പറഞ്ഞാൽ 7. A4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7 മൈനസ് -1 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. മൈനസ് ചെയ്യണം, കാരണം എന്താ, മുമ്പോട്ട് അല്ലെ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും മൈനസ് ചെയ്യണം. അപ്പോൾ ആലോചിച്ച് വെച്ചേക്കാം, അരിത്തമാറ്റിക് സീക്വൻസിൽ നമ്മൾ ബാക്കിലേക്ക് നമ്മൾ നോക്കണമെങ്കിൽ എപ്പോഴും മൈനസ് ചെയ്യണം, ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ എപ്പോഴും പ്ലസ് ചെയ്യണം. കോമൺ ഡിഫറൻസ് എന്താണോ അത് നമ്മൾ അവിടെ എഴുതുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഈ മൈനസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിലേക്ക് പോകുന്നതിന്റെ മൈനസും കോമൺ ഡിഫറൻസിന്റെ മൈനസ് ഈ മൈനസുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നോക്കി, ഈ മൈനസും അടുത്തടുത്ത് കിടക്കുവാണെങ്കിൽ മൈനസും അടുത്തടുത്ത് കിടക്കുവാണെങ്കിൽ പ്ലസ് ആവും, അടുത്തടുത്ത് കിടക്കുവാണെങ്കിൽ പ്ലസ് ആവും. ആലോചിച്ച് വെച്ചേക്കണം. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താക്കണം? പ്ലസ് ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ക്വസ്റ്റ്യൻ മാറി. അപ്പോൾ 7 + 1 അതായത് 8 എന്ന് വന്നു. അപ്പോൾ A4 കഴിഞ്ഞു, പിന്നെ എന്തുവാ? A3. അപ്പോൾ എന്ത് വരും? 8 മൈനസ് -1 അല്ലേ. അപ്പോൾ എന്തുവാ? 9. ഓക്കെ, ഇനി A2 9 മൈനസ് -1. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 10. ഇനി A1 എന്ന് പറയുമ്പോൾ
10 മൈനസ് മൈനസ് 1 11. സോ നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ് പോകുന്നത് എങ്ങനെയാ? ആദ്യമേ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, therefore the first 5 terms are നോക്കിയേ 11. 11 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 10 9 8 7 അങ്ങനെ പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. സെറ്റ് അല്ലേ? അപ്പോൾ ഇത് നോക്കിയേ, കണ്ടോ ഡിഫറൻസ് എപ്പോഴും 1 1 മൈനസ് ആണ് അല്ലേ? പക്ഷെ നമ്മൾ ആ രീതിയിൽ ഓക്കെ -1 ആണെന്ന് പറഞ്ഞ് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തെറ്റി. പ്ലസ് ചെയ്യുമ്പോഴേക്കാണെങ്കിൽ മൈനസ് തന്നെ ചെയ്യണം. പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ചെയ്യണം. കാരണം ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പ്ലസ് ചെയ്യുന്നത്. ഇനി 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ A6 കിട്ടണം, 5 ഇവിടെ ഉണ്ട്, 6 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? = 7 പ്ലസ് -1. അപ്പൊ നമ്മൾ എന്തായാലും മൈനസ് ആ ചെയ്യേണ്ടത് ഇവിടെ. അപ്പൊ എന്ത് വരും? 6 വരും. അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പ്ലസ് വരും അല്ലേ? പ്ലസ് വരും. പക്ഷെ നമ്മുടെ കോമൺ ഡിഫറൻസ് മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഡൗട്ട് വെച്ച് നമ്മൾ അല്ലേ നമ്മൾ ചെയ്തു പോകാത്ത മിക്കപ്പോഴും നമുക്ക് തെറ്റ് കിട്ടും. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരും. നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കുക, ചെയ്യാം. സെറ്റ് അല്ലേ? അങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺസ് എല്ലാം കവർ ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. താങ്ക് യു.